ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതിനെതിരെ നിലപാട് കടുപ്പിച്ചു ലത്തീൻ സഭ. കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ മൂന്നാം ഘട്ട പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് കേരള റീജിയൺ ലത്തീൻ കത്തോലിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജിജു കോട്ടപ്പുറം ആവശ്യപ്പെട്ടു. ക്രൈസ്തവ സമൂഹത്തിലെ പല വിഭാഗങ്ങളും വിശദമായ റിപ്പോർട്ടുകൾ നൽകി. ഇന്നിപ്പോൾ 2 വർഷത്തിലധികമായിട്ടും അതിനകത്ത് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തീർച്ചയായും അത് അന്നത്തെ ആ സമയത്ത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിൽ അമാന്തം വരുത്തുന്നു, എന്തുകൊണ്ട് ഇത് പൂഴ്ത്തിവെക്കുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ പോലും അത് വെളിച്ചം കാണിക്കുന്നില്ല എന്നത് ഏറെ സംശയകരമാണ്. ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങേണ്ടി വരും. ഇത്രയും നാൾ ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച നിവേദനങ്ങൾ പല തലങ്ങളിൽ പല മേഖലകളിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അതിനകത്ത് ഒരു നടപടി ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കിയാൽ ന്യൂനപക്ഷ മേഖലയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് ജസ്റ്റിസ് ജെ ബി കോശി 24 പറഞ്ഞു. കമ്മീഷൻ്റെ ജോലി പറഞ്ഞ ജോലി പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നടപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ജോലിയാണ്. നടപ്പാക്കിക്കാൻ ധാരാളം പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൂ. ഒന്നുമില്ലാത്ത കാരണം കടലിൽ പോകാൻ പറ്റാത്ത സമയത്തൊക്കെയുള്ള ബുദ്ധിമുട്ടുന്നവർക്ക്, അതുപോലെ തന്നെ ദളിത് ക്രൈസ്തവർക്ക് സർക്കാർ അതിലെ വലിയ ചെലവില്ലാത്തതെങ്കിലും ഉടനെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? വിഭാഗത്തിലെ പിന്നാക്കാവസ്ഥ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാം പിണറായി സർക്കാർ ജെ ബി കോശി കമ്മീഷനെ നിയോഗിച്ചത്. 2023 മെയ് 17 സമഗ്ര റിപ്പോർട്ട് കമ്മീഷൻ നൽകുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാനോ അതിന് ശുപാർശകൾ നടപ്പാക്കാനോ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇതാണ് ഇപ്പോൾ ലത്തീൻ സഭയെ അവരെ ഈ പ്രതിഷേധത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പലതവണ പല മന്ത്രിമാരെയും കണ്ട് ഈ ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കുന്ന വഴി തീരദേശ മേഖലയിലും മലയോര മേഖലയിലുമുള്ള ആളുകൾക്ക് വലിയ മാറ്റം സംഭവിക്കും. കാരണം ഈ കടൽ ഭിത്തി പോലുള്ള വിഷയങ്ങളൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒപ്പം വനം വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് വലിയ തൊഴിൽ നഷ്ടം ഈ ക്രൈസ്തവ പിന്നാക്ക അവസ്ഥയിലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകളടക്കം ഈ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിപ്പോഴും വെച്ചു നീട്ടുന്നതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ലത്തീൻ സഭ വ്യക്തമാക്കുന്നത്. മറ്റ് പല കമ്മീഷൻ റിപ്പോർട്ടുകളും പെട്ടെന്ന് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു, വ്യഗ്രത കാണിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് മനഃപൂർവ്വം മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇനി അനുവദിക്കാനാവില്ല. ആ പശ്ചാത്തലത്തിലാണ് മൂന്നാം ഘട്ട പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ഇപ്പോൾ KLCA തയ്യാറെടുത്തിരിക്കുന്നത്. ആ പ്രക്ഷോഭം ഉടൻ ആരംഭിക്കും എന്നാണ് KRLCC വ്യക്തമാക്കുകയും ചെയ്തത്. ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ അധ്യക്ഷനായ ജസ്റ്റിസ് ജെ ബി കോശി തന്നെ വ്യക്തമാക്കുന്നത് ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് വഴി ഈ പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് കേവലം ഒരു സമുദായത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഈ പ്രതിസന്ധികൾ നേരിടുന്ന ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ശുപാർശകൾ ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നറിയാം. പക്ഷേ പണം ഇല്ലെങ്കിൽ പോലും അത് ആവശ്യമില്ലാത്ത കുറേ പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് പട്ടയം നൽകുന്ന പദ്ധതി, അതോടൊപ്പം LP സ്കൂളുകൾ പോലുള്ള കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതി, അതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത് ഏറെക്കുറെ ഗുണം ചെയ്യുമെന്നാണ് ജസ്റ്റിസ് ജെ ബി കോശി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.